വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. തലേന്ന് മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല എന്നുള്ളവർക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നല്ല ഹെൽത്തിയാണ്. ഇതിൽ അരി ഉഴുന്നോ ഒന്നും ചേർന്നിട്ടൊന്നുമില്ല. പച്ചക്കറികളും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും മാത്രമല്ല, നമ്മൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനായിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഓട്സാണ്, സാധാരണ ഓട്സാണ്, ക്വേക്കർ ഓട്സാണ്. ഇത് ഇനിയൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് ഈ ഓട്സ് പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ റവയാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബജ്ജിയെല്ലാം ഉണ്ടാക്കുന്ന കടലമാവ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഇവിടെ ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റവ എടുക്കുന്നത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഉപ്പുമാവ് റവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതായത് വറുത്ത റവയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വറുക്കാത്ത റവ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ തൈരും ഉപ്പും എല്ലാം പൊടികളിൽ ശരിക്കും ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് ഇതൊന്ന് ശരിക്കും ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ ശരിക്കും മിക്സായി കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതിവിടെ ഇങ്ങനെ ശരിക്കും ചെറുതായിട്ട് ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാളയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സൈസുള്ള സവാളയാണ്. അതിൻ്റെ കൂടേക്ക് ഒരു 1/4 സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറും ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കാണെന്നുണ്ടെങ്കിൽ പകുതി, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫുള്ള് നേരത്തെ പോലെ ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ക്യാബേജും ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തൈര് എടുത്ത് വെച്ചിരുന്ന അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്ക് ശരിക്കും ഒരു കട്ടിയുള്ളൊരു ബാറ്ററായിട്ടൊന്ന് കലക്കി എടുക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നമ്മളത് ആ തൈര് എടുക്കുന്ന പാത്രത്തിൽ തന്നെ എടുത്താൽ അത്രയും തൈര് കൂടെ അങ്ങ് വേസ്റ്റ് ആവാതെ ഇതിൻ്റെ കൂടെ അങ്ങ് കിട്ടും. ഇപ്പോൾ ഇത്രയും വെള്ളം വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. എനിക്കിപ്പോൾ ആ തൈര് എടുത്തിരുന്ന പാത്രത്തിൽ ഒരു 3 പാത്രം വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റവയും ഓട്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പം ഒന്നും കൂടെ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കത് കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കുമ്പോൾ എന്താ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതലുണ്ട്, മാവിന് കട്ടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വെള്ളം ചേർത്തിട്ട് ചെറുതായിട്ടൊരു വെള്ളം ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളമായി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും കുറച്ചൊന്ന് ലൂസാക്കി, നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ ഒന്നും അത്രയും ലൂസാക്കണ്ട, ചെറുതായിട്ടൊരു കട്ടിക്ക് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി, ദോശമാവിൻ്റെ അത്രയും ലൂസൊന്നും വേണ്ട, അത്രയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാനിലേക്ക് നമ്മൾക്ക് ചെറിയൊരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ചിങ്ങനെ ചെറുതായി
ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മാത്രം മതി, വല്ലാതെ പരത്തേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ചുവന്ന മുളകും ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലായാലും അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ആദ്യത്തെ ഒന്ന് ഫസ്റ്റ് സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് തിരിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോഴും ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ, 2 പ്രാവശ്യം അടച്ച് വയ്ക്കണം. അതിന് ശേഷം ഇത് തുറന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഇവിടെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി എടുത്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി. ഇതിന് കറികളൊന്നും ആവശ്യമില്ല, അത്രയ്ക്ക് പച്ചക്കറികളും നമ്മൾ മസാലപ്പൊടികളും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നടുഭാഗം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂൺ നെയ്യ്, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിലും ഒരു 1/4 സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചൂടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇത് കഴിക്കുമ്പം കുറച്ചൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. ഇതാ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ചുട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന് കറിയൊന്നും ആവശ്യമില്ല, കറിയോ ചട്നിയോ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്കിവിടെ നീക്കി വയ്ക്കാം ഒന്ന് ചൂടാറാനായിട്ട്. അതിന് ശേഷം നമ്മൾക്ക് അടുത്തതും ഇതുപോലെ തന്നെ തവിയിൽ ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ചതച്ചമുളകെല്ലാം ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ ചുമ്മാ ഇതുപോലെ തന്നെ ഇങ്ങനെ ചുട്ടിട്ട് എടുത്താലും മതി. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുത്താലും മതി. കുറച്ച് ഭംഗിക്കും കുറച്ച് ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മല്ലിയിലയും ചുമന്ന മുളകും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.